ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ടയറിന്റെ രഹസ്യലോകം, അതിശയിപ്പിക്കുന്ന ടയർ സാങ്കേതിക വിദ്യ. ടയറിനുള്ളിൽ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൂടുതൽ പേരും വിചാരിക്കുന്നത് ടയർ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് എന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല. ഏകദേശം 200-ലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്നതാണ് ടയർ. അതിൽ വ്യത്യസ്ത റബ്ബറുകൾ, മെറ്റൽസ്, ഫാബ്രിക്സ്, പ്ലാസ്റ്റിക്സ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. ചിത്രത്തിൽ കാണുന്നത് ടയറിന്റെ ഒരു ക്രോസ് സെക്ഷനാണ്. ടയറിനെ പ്രധാനമായി 5 ഭാഗങ്ങളായി തിരിക്കാം: ഇന്നർ ലൈനർ, ബെൽറ്റ്, ട്രെഡ്, സൈഡ് വാൾസ്, ബെഡ് എന്നിങ്ങനെ. ഇന്നർ ലൈനർ ടയറിന്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറിനെയാണ് ഇന്നർ ലൈനർ എന്ന് പറയുന്നത്. സിന്തറ്റിക് റബ്ബർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ എയർ ടൈറ്റ് ലെയർ ആണ് എയറിനെ സംരക്ഷിച്ച് നിർത്തുന്നത്. ഇന്നർ ലൈനർ നിർമ്മിക്കുന്നത് എയറിനെ കടത്തിവിടാത്ത, അതായത് എയർ ഇംപെർമിബിലിറ്റി ഉള്ള ഹാലോ ബ്യൂട്ടൈൽ റബ്ബർ കൊണ്ടാണ്. ഒരു നല്ല ഇന്നർ ലൈനറിന് ടയറിന്റെ എയർ പ്രഷർ നിലനിർത്താനും ഫ്യൂവൽ ഇക്കണോമി ലഭ്യമാക്കാനും കഴിയും. കൂടാതെ ടയറിന്റെ ലൈഫ് കൂട്ടുന്നതിനും കഴിയും. ചിത്രത്തിൽ ഇന്നർ ലൈനറിന് തൊട്ടു മുകളിലായി ബെൽറ്റ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. പാരലൽ സ്റ്റീൽ ബെൽറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ടയറിന് അഡീഷണൽ സ്ട്രെങ്തും സ്റ്റെബിലിറ്റിയും കൊടുക്കുന്നത് ബെൽറ്റ് എന്ന സബ് സ്ട്രക്ചറാണ്. ഒരു കമ്പനി പുതിയ ടയർ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഏരിയയാണ് ബെൽറ്റിന്റെ ആംഗിളിങ്ങും പ്ലേസ്മെന്റും എല്ലാം. ട്രെഡ് ടയറിന്റെ ഏറ്റവും പുറത്തുള്ള റബ്ബർ കൊണ്ട് നിർമ്മിച്ച ഭാഗത്തെ ട്രെഡ് എന്ന് പറയുന്നു. പ്രത്യേക പാറ്റേണിൽ നിർമ്മിച്ചിരിക്കുന്ന ട്രെഡാണ് റോഡുമായി കോണ്ടാക്റ്റിൽ വരുന്നത്. വ്യത്യസ്ത പാറ്റേണുകളിൽ ഉള്ള ട്രെഡുകളാണ് ഓരോ സാഹചര്യത്തിലും ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി, സ്നോ ടയറുകളിൽ ആഴത്തിലുള്ളതും കൂടുതൽ ഗ്രിപ്പുള്ളതുമായ ട്രെഡുകൾ വേണ്ടി വരുമ്പോൾ എല്ലാ സീസണിലും ഉപയോഗിക്കാവുന്ന ടയറുകളിൽ അത്രയും തീവ്രതയുള്ള ട്രെഡുകൾ ആവശ്യമില്ല എന്ന് കാണാം. സൈഡ് വാൾ ചിത്രത്തിൽ സൈഡ് വാൾ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ടയറിന്റെ ഇരുവശത്തുമായിട്ടാണ് സൈഡ് വാൾ വരുന്നത്. വളരെ സ്റ്റിഫായിട്ടുള്ള ഉറപ്പുള്ള റബ്ബർ കൊണ്ടാണ് സൈഡ് വാൾ നിർമ്മിക്കുന്നത്. ടയറിന് കേടുപാടുകൾ വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ടയറിന്റെ സൈസ്, ലോഡ് ഇൻഡെക്സ്, സ്പീഡ് റേറ്റ് തുടങ്ങിയവ സൈഡ് വാളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും. ബെഡ് ചിത്രത്തിൽ ബെഡ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഓരോ സൈഡ് വാളിലും ഉള്ള ബെഡ് നിർമ്മിച്ചിരിക്കുന്നത് വയറ് കൊണ്ടും റബ്ബർ കോമ്പൗണ്ട് കൊണ്ടും ആണ്. ടയർ വീലിനോട് ചേർന്നിരിക്കുന്നതും ടയറിന്റെ ഉള്ളിലെ എയർ ചോർന്നു പോകാതെ തടയുന്നതിനും ആണ് ഇത്തരത്തിൽ ഒരു സീലിംഗ് അപ്ലൈ ചെയ്യുന്നത്. 1970-കളിൽ വെറും 32,000 കിലോമീറ്റർ സർവീസ് ലൈഫ് ലഭിച്ചിരുന്ന ടയറുകളിൽ നിന്ന് 1,60,000-ഓളം കിലോമീറ്റർ സർവീസ് ലൈഫ് ലഭിക്കുന്ന ടയറുകൾ നിർമ്മിക്കാൻ ഇന്ന് നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ടയർ ടെക്നോളജി അത്ര കണ്ട് വളർന്നിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? മറ്റൊരു ചോദ്യം: ടയറിന് എന്തുകൊണ്ട് കറുപ്പ് നിറം? എന്തുകൊണ്ട് നിറമുള്ള ടയറുകൾ നിർമ്മിക്കുന്നില്ല? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ടയർ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ടയർ കോമ്പൗണ്ടിങ് ചെറിയ രീതിയിൽ ടയർ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് വിശദീകരിക്കാം. റബ്ബർ എന്ന പോളിമർ ആണല്ലോ ടയറിലെ പ്രധാന ഘടകം. ടയർ നിർമ്മാണത്തിന് നാച്ചുറൽ റബ്ബറും സിന്തറ്റിക് റബ്ബറുകളും ഉപയോഗിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നാച്ചുറൽ റബ്ബറിന്റെ 65% ടയർ ഉൽപാദനത്തിനാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പോളിബ്യൂട്ടാഡൈയീൻ, സ്റ്റൈറിൻ ബ്യൂട്ടാഡൈയീൻ എന്നീ സിന്തറ്റിക് റബ്ബറുകളും ടയർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നാച്ചുറൽ റബ്ബറും സിന്തറ്റിക് റബ്ബറുകളായ PBR അഥവാ പോളിബ്യൂട്ടാഡൈൻ റബ്ബറും SBR അഥവാ സ്റ്റൈറിൻ ബ്യൂട്ടാഡൈൻ റബ്ബറും 60:20:20 എന്ന റേഷ്യോയിൽ ബ്ലെൻഡ് ചെയ്ത ശേഷം മറ്റു കെമിക്കലുകൾ
ആന്റി ഓക്സിഡന്റ്, ആന്റി ഓസോണന്റ്, ഫീനോളിക് റെസിൻ, കാർബൺ ബ്ലാക്ക് ഫില്ലേഴ്സ്, പ്രോസസിംഗ് ഓയിൽ തുടങ്ങിയവ ചേർത്ത് ഇന്റർമിക്സിലും അഥവാ ബാൻബറി ഓപ്പൺ മില്ലുകളിലും ആയി അരച്ചെടുത്ത റബ്ബർ കോമ്പൗണ്ട് ആണ് ടയർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കോമ്പൗണ്ടഡ് റബ്ബർ ടയർ നിർമ്മാണത്തിന് ആവശ്യമായ രീതിയിൽ കലണ്ടർ മെഷീനിലേക്ക് കടത്തിവിട്ട് ഷീറ്റുകളാക്കി മാറ്റുന്നു. സെലക്ഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ്. സെലക്ഷൻ ഓഫ് റബ്ബേഴ്സ്, കെമിക്കൽസ്, ഫില്ലേഴ്സ്, പ്രോസസിംഗ് ഓയിൽ തുടങ്ങിയവയെല്ലാം ടയർ നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ടയറിന്റെ പ്രത്യേക പ്രോപ്പർട്ടികൾ ലഭിക്കുന്നതിന് റബ്ബറിനെയും മറ്റ് ഇൻഗ്രീഡിയൻസിനെയും പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഫില്ലറിന്റെ സെലക്ഷൻ. റബ്ബർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ സാധാരണയായി ബ്ലാക്ക് ഫില്ലേഴ്സും നിറമുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനു വേണ്ടി നോൺ ബ്ലാക്ക് ഫില്ലറുകളും ഉപയോഗിക്കുന്നു. ലോകത്ത് എവിടെയും ടയറുകൾ കറുപ്പ് നിറത്തിലാണ് കാണുന്നത്. ഇതിന് എന്തായിരിക്കും കാരണം? ടയറിൽ വളരെയധികം ക്വാളിറ്റി പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണമായി നല്ല ടെൻസൈൽ പ്രോപ്പർട്ടീസ്, ഹാർഡ്നെസ്, അബ്രേഷൻ റെസിസ്റ്റൻസ്, കംപ്രഷൻ സെറ്റ്, റെസീലിയൻസ്, ഹീറ്റ് ബിൽഡപ്പ്, റോളിംഗ് റെസിസ്റ്റൻസ്, ട്രാക്ഷൻ അഥവാ ഗ്രിപ്പ് തുടങ്ങിയവയെല്ലാം ലഭിക്കണമെങ്കിൽ റീഇൻഫോഴ്സിംഗ് ഫില്ലറുകളായ SAF അഥവാ സൂപ്പർ അബ്രേഷൻ ഫർണസ് ബ്ലാക്ക്, ISAF അഥവാ ഇന്റർമീഡിയറ്റ് സൂപ്പർ അബ്രേഷൻ ഫർണസ് ബ്ലാക്ക്, HAF അഥവാ ഹൈ അബ്രേഷൻ ഫർണസ് ബ്ലാക്ക് തുടങ്ങിയ കാർബൺ ബ്ലാക്കുകൾ കൂടിയേ തീരൂ. കാർബൺ ബ്ലാക്കിന് സമാനമായ പ്രോപ്പർട്ടികൾ ഉള്ള നോൺ ബ്ലാക്ക് ഫില്ലറായ സിലിക്ക ടയർ നിർമ്മാണത്തിന് ഉപയോഗിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. ചൈനയാണ് അതിന് ശ്രമിച്ചത്. സിലിക്ക ടയറിനെ കൂടുതൽ റിജിഡ് ആക്കുകയും കംപ്രഷൻ സെറ്റ്, റെസീലിയൻസ് പോലുള്ള പ്രോപ്പർട്ടികളെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തി. അത്തരം ടയറുകൾ ട്രാവലിംഗ് കംഫർട്ടിനെ ബാധിക്കുന്നതായും മനസ്സിലാക്കി. കൂടാതെ സിലിക്കയുടെ സർഫസ് ഏരിയ കൂടുതലായതിനാൽ കളർ കൺസിസ്റ്റൻസിയെ ബാധിക്കുന്നതായി തിരിച്ചറിഞ്ഞു. സിലിക്ക ചില UV റെസിസ്റ്റന്റ് പിഗ്മെന്റുകളുമായി റിയാക്ട് ചെയ്യുന്നതിനാൽ വളരെ വേഗത്തിൽ കളർ ഫെയ്ഡ് ആകുന്നതായും മനസ്സിലാക്കി. ചില ടയർ നിർമ്മാതാക്കൾ കാർബൺ ബ്ലാക്കിനോടൊപ്പം കുറഞ്ഞ അളവിൽ സിലിക്കയും ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും ടയറിൽ കാർബൺ ബ്ലാക്ക് തന്നെയാണ് മേജർ ഫില്ലർ. അതുകൊണ്ട് തന്നെ ടയറിന്റെ കറുപ്പ് നിറം മാറ്റപ്പെടുന്നില്ല. ഇക്കാരണത്താലാണ് ടയറിന്റെ നിറം കറുത്തിരിക്കുന്നത്. ഈ വീഡിയോ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വ്യൂവേഴ്സ് ഈ കാര്യം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ടയർ മെഷീനറി. ചിത്രത്തിലും വീഡിയോയിലും ടയർ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീനറികളായ ബാൻബറി മിക്സർ, റബ്ബർ മിക്സിംഗ് മിൽ, കലണ്ടർ മെഷീൻ, ക്യൂറിംഗ് മെഷീൻ തുടങ്ങിയവ കാണാവുന്നതാണ്. കൂടാതെ ടയർ മാനുഫാക്ചറിങ്ങിന്റെ വിവിധ ഘട്ടങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കോമ്പൗണ്ടഡ് റബ്ബർ കലണ്ടർ ചെയ്ത് റബ്ബർ ഷീറ്റുകളാക്കി മുമ്പ് പറഞ്ഞ ഇന്നർ ലൈനർ, ബെൽറ്റ്, ട്രെഡ്, സൈഡ് വാൾ, ബെഡ് എന്നീ രൂപത്തിലാക്കി യോജിപ്പിച്ച് ക്യൂറിംഗ് മെഷീനിൽ വൾക്കനൈസ് ചെയ്ത് ടയർ ഉൽപാദനം പൂർത്തിയാക്കുന്നു. തുടർന്ന് ഫിനിഷിംഗ് വർക്കുകളും ക്വാളിറ്റി പരിശോധനകളും നടത്തുന്നു. ഇന്ത്യയിലെ ടയർ ഉൽപാദകർ. ടയർ ഫോർമുലേഷൻ ഓരോ നിർമ്മാതാവിന്റെയും രഹസ്യരേഖയാണ്. ടയർ മാനുഫാക്ചറിംഗ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ്. ടയർ കോമ്പൗണ്ടിങ്ങും ടയർ ഡിസൈനിങ്ങും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. അതുകൊണ്ടാകാം ഇന്ത്യയിൽ ടയർ നിർമ്മാണ രംഗത്ത് നിൽക്കുന്ന ഇന്ത്യൻ കമ്പനികൾ കേവലം 10-ൽ താഴെ മാത്രമാണ്. കൂടാതെ വിദേശ കമ്പനികളുമായി ചേർന്ന് ടയർ നിർമ്മിക്കുന്ന ഏതാനും കമ്പനികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്പനികളുടെ പേര് വിവരങ്ങൾ ലിസ്റ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ടയർ വ്യവസായത്തിന് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ശ്രമിക്കാത്തതിന് കാരണം കോംപ്ലിക്കേറ്റഡ് ടെക്നോളജി മാത്രമല്ല, റബ്ബറിൽ കാർബൺ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന എൻവയോൺമെന്റൽ പൊല്യൂഷൻ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതും മറ്റൊരു കാരണമാകാം. കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു മാനുഫാക്ചറിംഗ് സെക്ടർ കൂടി ആണ് ടയർ മേക്കിംഗ്. ടയർ സ്പെസിഫിക്കേഷൻസ്.
ടയർ കോമ്പൗണ്ടുകളുടെ ഫോർമുലേഷനുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഓരോ തരം ടയറുകളിൽ വേണ്ട ക്വാളിറ്റി സ്പെസിഫിക്കേഷനെ കുറിച്ച് പരിശോധിക്കാം. 3 തരം ടയറുകളാണ് പരിശോധിക്കുന്നത്: പാസഞ്ചർ ടയേഴ്സ്, മിലിറ്ററി വെഹിക്കിൾ ടയേഴ്സ്, ഹെവി വെഹിക്കിൾ ടയേഴ്സ് എന്നിങ്ങനെയാണ് അവ. ഓരോ ടയറിലും 9 ക്വാളിറ്റി പാരാമീറ്റേഴ്സ് പരിശോധിക്കപ്പെടുന്നു. ടേബിൾ 1 ശ്രദ്ധിക്കുക. ട്രെഡ് വിഡ്ത്ത്, ടയർ പ്രഷർ, ടെൻസൈൽ സ്ട്രെങ്ത്, ഇലോങ്കേഷൻ അറ്റ് ബ്രേക്ക്, ഹാർഡ്നെസ്, അബ്രേഷൻ റെസിസ്റ്റൻസ്, റോളിംഗ് റെസിസ്റ്റൻസ്, ട്രാക്ഷൻ അഥവാ ഗ്രിപ്പ്, ഹീറ്റ് ബിൽഡപ്പ് എന്നിങ്ങനെയാണവ. ഈ 3 തരം ടയറുകളുടെ പ്രോപ്പർട്ടികൾ ടേബിളിൽ കാണിച്ചിരിക്കുന്നു. ഓരോ ടയറിന്റെയും ട്രെഡ് തിക്നെസ് വ്യത്യസ്തമാണ്. ഉദാഹരണമായി, പാസഞ്ചർ ടയറിൽ തിക്നെസ് 8 to 10 mm, മിലിറ്ററി വെഹിക്കിൾ ടയറിൽ 10 to 12 mm, ഹെവി വെഹിക്കിൾ ടയറിൽ തിക്നെസ് 12 to 15 mm ആണ്. പാസഞ്ചർ ടയറിൽ നിന്ന് ഹെവി വെഹിക്കിൾ ടയറിലേക്ക് വരുമ്പോൾ ടയർ പ്രഷർ കൂടി വരുന്നത് കാണും. മറ്റ് പ്രോപ്പർട്ടികളായ ഹാർഡ്നെസ്, അബ്രേഷൻ റെസിസ്റ്റൻസ്, റോളിംഗ് റെസിസ്റ്റൻസ് തുടങ്ങിയവ പാസഞ്ചർ ടയറിൽ നിന്ന് ഹെവി വെഹിക്കിൾ ടയറിലേക്ക് വരുമ്പോൾ കൂടി വരുന്നത് കാണാം. എന്നാൽ ട്രാക്ഷൻ അഥവാ ഗ്രിപ്പ് പാസഞ്ചർ ടയറിലാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. മറ്റ് ടയറുകൾക്ക് ആനുപാതികമായ മാറ്റം സ്റ്റാൻഡേർഡിൽ പറയുന്നു. നല്ല ട്രാക്ഷൻ ഉള്ള ടയറുകൾക്ക് ഗ്രേഡിംഗ് നൽകി വരുന്നുണ്ട്. ഉദാഹരണമായി, ഏറ്റവും നല്ല ട്രാക്ഷൻ അഥവാ ഗ്രിപ്പ് ഉള്ള ടയറിന് AA എന്നും തുടർന്നുള്ള ഗ്രേഡുകൾക്ക് A, B, C എന്നും ഗ്രേഡ് ചെയ്യുന്നു. കുറഞ്ഞ റോളിംഗ് റെസിസ്റ്റൻസ് ഉള്ള ടയറുകൾക്കാണ് കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി ലഭിക്കുക. കുറഞ്ഞ റോളിംഗ് റെസിസ്റ്റൻസ് ലഭിക്കുന്നതിന് ടയറിന്റെ ഷേപ്പ്, ട്രെഡ് പാറ്റേൺ, ടയർ വെയ്റ്റ്, റബ്ബർ മിക്സ് എന്നിവ പ്രധാന ഘടകങ്ങളാണ്. പാസഞ്ചർ ടയറുകൾക്കാണ് റോളിംഗ് റെസിസ്റ്റൻസ് ഏറ്റവും കുറവ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പാസഞ്ചർ ടയറുകൾക്ക് കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി ലഭിക്കുന്നു. ടയറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഹീറ്റ് ബിൽഡപ്പ്. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടയറിന് റോഡുമായി ഉണ്ടാകുന്ന ഫ്രിക്ഷനിൽ നിന്ന് ടയറിന്റെ ടെമ്പറേച്ചർ ഉയരുന്നു. ഈ ടെമ്പറേച്ചർ ചേഞ്ചിനെയാണ് ഹീറ്റ് ബിൽഡപ്പ് എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് സമയത്ത് ടയറിന് ഏകദേശം 60 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് ഉണ്ടാകും. സമ്മർ സീസണിൽ ടയർ ഓവർ ഹീറ്റ് ആകാൻ സാധ്യതയുണ്ട്. അത്തരം അവസരങ്ങളിൽ ടയർ പ്രഷർ കൂടി ടയർ ബ്ലോ ഔട്ട് ആകാൻ സാധ്യതയുണ്ട്. അതിനാൽ വർദ്ധിച്ച ഓരോ 10 ഡിഗ്രി സെന്റിഗ്രേഡിനും 1 PSI വെച്ച് പ്രഷർ കുറച്ച് പ്രഷർ റെഗുലേറ്റ് ചെയ്യേണ്ടതാണ്. ASTM സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് ടേബിൾ 1 കാണിച്ചിരിക്കുന്നത്. ഇവിടെ ASTM എന്നാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ് എന്നാണ്. ടയർ ഫോർമുലേഷൻ ആൻഡ് കൺക്ലൂഷൻ. ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്കും ടയർ ടെക്നോളജിയിൽ താല്പര്യമുള്ളവർക്കും വേണ്ടി 3 പ്രത്യേക റെസിപ്പികൾ ഇവിടെ ചേർക്കുന്നു. ഇത് വെറും മാതൃകാ റെസിപ്പികളാണ് എന്ന് ഓർക്കുക. മുമ്പ് പറഞ്ഞ പോലെ ഒറിജിനൽ റെസിപ്പികൾ അതാത് ടയർ മാനുഫാക്ചറേഴ്സിന്റെ രഹസ്യ വിവരങ്ങളാണ്. ഒരു പാസഞ്ചർ ടയറിന്റെ ട്രെഡ്, സൈഡ് വാൾ, ഇന്നർ ലൈനർ തുടങ്ങിയവയുടെ റെസിപ്പികളാണ് റെസിപ്പി 1, 2, 3 എന്നിവയിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ അതാത് കമ്പോണന്റുകളുടെ പ്രൊജക്റ്റഡ് പ്രോപ്പർട്ടികളും കൊടുത്തിട്ടുണ്ട്. റെസിപ്പികളെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എങ്കിലും ഇന്നർ ലൈനർ എന്ന കമ്പോണന്റ് നിർമ്മിക്കുന്നതിന് ഹാലോ ബ്യൂട്ടൽ റബ്ബർ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. എയർ ഇംപെർമിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇന്നർ ലൈനർ നിർമ്മിക്കുന്നതിന് ആ റബ്ബർ ഉപയോഗിക്കുന്നത്. റെസിപ്പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ടയർ സെക്ടർ സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു വ്യവസായ രംഗമാണ്. ഈ വീഡിയോയിൽ ടയർ ടെക്നോളജി സംബന്ധിച്ച ചില കാര്യങ്ങൾ ഇതുമായി ബന്ധമില്ലാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ശ്രമിച്ചിരിക്കുന്നത്.
ഒരു ടയർ തിരഞ്ഞെടുക്കുമ്പോൾ കുറഞ്ഞത് നല്ല ട്രാക്ഷൻ അഥവാ ഗ്രിപ്പ്, ലോ ടയർ റോളിംഗ് റെസിസ്റ്റൻസ്, ഓപ്റ്റിമം ഹീറ്റ് ബിൽഡപ്പ് അറൌണ്ട് 60°C തുടങ്ങിയ കാര്യങ്ങൾ എങ്കിലും ശ്രദ്ധിക്കാൻ വീഡിയോ കാണുന്നവർക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഈ ടെക്നോളജിയെക്കുറിച്ച് ഈ ചെറു വീഡിയോയിൽ വിശദീകരിക്കാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ടയറിന്റെ സാങ്കേതിക വശങ്ങൾ വിശദീകരിച്ചു എന്ന് കരുതുന്നു. ഇനിയും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു.
എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.